അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ തൊഴിൽ സാധ്യതകളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വരുമാനം എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരം ജോലി എന്നുള്ളത് ഒരു ദിവാസ്വപ്നമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കോൺട്രാക്ട് ബേസിലാണ്. ഒരു ജോലി പോലും സ്ഥിരമായിട്ട് കിട്ടുന്നില്ല. എല്ലാം ഒരു കോൺട്രാക്ട് ബേസിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കോൺട്രാക്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നുണ്ട്, തുച്ഛമായ ശമ്പളം കൊടുക്കുന്നുണ്ട്, ഏറ്റവും നല്ല ജോലിക്കാരെ കൊണ്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്, മനോഹരമായിട്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും തന്നെ കാര്യമായ റിസ്ക് ഇല്ല. പക്ഷെ പൗരനെ സംബന്ധിച്ചിടത്തോളം പൗരന് ഒരു തൊഴിൽ സാധ്യത എന്ന സ്ഥിര വരുമാനം, അല്ലെങ്കിൽ ആ ഒരു ജോലി കൊണ്ട് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു സ്വപ്നം ഒരിക്കലുമില്ല. എപ്പോ വേണമെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടു പോകാം, ജീവിതം അരക്ഷിതാവസ്ഥയിലേക്ക് മാറാം. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനാണ്. ബിസിനസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനാണ്. എന്തുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ സാധ്യത? ഇവിടെ സാമ്പത്തിക വിദഗ്ധന്മാരും രാഷ്ട്രീയ വിദഗ്ധന്മാരും സാമൂഹ്യ വിദഗ്ധന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്. 2030 ആകുമ്പോഴേക്കും, 2030 എത്ര വർഷമുണ്ട്? വെറും 4 വർഷം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ജനസംഖ്യയുടെ 1% ആളുകൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റും എന്നാണ് എക്കണോമിസ്റ്റുകളുടെ കണക്കുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ 1% ആളുകൾ അവർ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കുള്ളൂ. വാട്ടർ ബില്ല് അടക്കുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കുള്ളൂ. കുട്ടികൾ സ്കൂൾ ഫീസ് കൊടുക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. അവർ റേഷൻ വാങ്ങിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ആവശ്യങ്ങൾ 100% നിറവേറ്റുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. 4 വർഷം മാത്രമേ ഉള്ളൂ. 1% ആളുകൾ, വെറും 1% ആളുകൾ, 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 1,40,00,000 ആ 1,40,00,000 ജനങ്ങള് അടുത്ത 4 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഫുൾ ടൈമേഴ്സ് ആയിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഫുൾ ടൈമേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഇത്രയും സാധ്യതയുള്ള ഒരു ബിസിനസ് ഇന്ന് ഇന്ത്യയിൽ വേറെ ഇല്ല.